ൊന്നും ഞാൻ പോയി ഉൾക്കൊള്ളിയില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ വരും എന്നുള്ളത് എഴുതി വെച്ചോ. ഇനി എഴുതി വെച്ചോ. ചോദ്യമാണ് എന്നോട് അറിയില്ല. അതേമാതിരി പാർട്ടി സംഘടനാപരമായ ഒരുപാട് നടപടി നിലപാടും സ്വീകരിക്കുന്നുണ്ട്. അതിനൊക്കെ നിങ്ങളോട് വിശദീകരണം തരാൻ പോകുന്നില്ല. അവര് എല്ലാ രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ വികസനത്തെ പറ്റിയാണ് ഈ ജാതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ വികട സ്വഭാവമാണ് ഈ UDFന്റെ ജാതിയിലുള്ളത്. ഒന്നും ക്രിയാത്മകമല്ല, എല്ലാം വിഭജനാത്മകമാണ്. ഒരു തരത്തിലും സാധിക്കില്ല. അത് വിചാരിച്ച് ആശങ്കപ്പെടണ്ട. ഈ അതിവേഗ റെയിൽപാതയുടെ ഓഫീസ് മലപ്പുറം പൊന്നാനിയിലാണ്. കേരളത്തിലെ അതിവേഗ റെയിൽപാതയുടെ ഓഫീസൊക്കെ മലപ്പുറം പൊന്നാനിയിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഏത് പാത വേണം, എങ്ങനെ വേണം എന്നുള്ളത് ഇപ്പോഴും ആശയങ്ങളൊന്നും തുടരുന്നുണ്ട്. ഒരു ആശയക്കുഴപ്പമില്ല. നിങ്ങൾക്കല്ലേ ആശയക്കുഴപ്പമില്ല? ഞങ്ങൾക്കൊരു ആശയക്കുഴപ്പമില്ല. കേന്ദ്ര ഗവൺമെന്റ് അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീധരൻ അവിടെ ഒരു ഓഫീസ് തുടങ്ങിയിട്ടൊന്നുമില്ല. ഒരു പിടിന്റെ മേലെ വെച്ചിട്ടുണ്ട്. ഒരു ബോർഡ് ഇങ്ങനെ ഉള്ളൂ. അവിടെ തുടങ്ങിയിട്ടൊന്നുമില്ല. എന്ത് തുടങ്ങി? ആര് തുടങ്ങി? ഇനി ഓഫീസ് തുടങ്ങിയിരുന്ന കാര്യമൊന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പിന്തുണയില്ലാതെ ഒരു അംഗീകാരമില്ലാതെ ഞാനിവിടെ ഓഫീസ് തുടങ്ങിയിട്ടുള്ള കാര്യമുണ്ടോ? ഈ ശ്രീധരനോട് ബഹുമാനമുണ്ട്. പക്ഷെ ഇമാതിരി ആണ് ഈ ശ്രീധരന്റെ പല നിലപാടും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഇതേ ഓഫീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. MLA ഓഫീസ് മുഖ്യമന്ത്രി ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹം. കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ തന്നെ വിചാരിച്ചത് MLA, അതിൽ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസല്ല ഉണ്ടാക്കിയത്, MLA ഓഫീസാണ് ഉണ്ടാക്കിയത്. ഇതിന് തോരു തുന്നം പാടി. അങ്ങനെയുള്ള പ്രായോഗിക തരത്തിലുള്ള പ്രശ്നം അത്. UDF ഭരണത്തിലേക്ക് പ്രതീക്ഷിക്കുമ്പോൾ മലപ്പുറത്ത് 16 സീറ്റാണ്. സാധാരണ അത്ര സീറ്റ് പറയാറില്ല. 16 സീറ്റും UDF എന്നാണ് പറയുന്നത്. അവര് അങ്ങനെ 140 സീറ്റും പറയും. പോരെ, ഏതെങ്കിലും സീറ്റ് ഒഴിവില്ലല്ലോ. 140 പറഞ്ഞാൽ പിന്നെ അത് 140. അതിലൊന്നും ഞാൻ പോയി ഉൾക്കൊള്ളിയില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ വരും എന്നുള്ളത് എഴുതി വെച്ചോ. ഇനി എഴുതി വെച്ചോ. അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, സ്ഥാനാർത്ഥി ചർച്ച നടത്തിയില്ലെന്ന് തുടങ്ങിയിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് അല്ലേ? ആണ്. അതിന് കണ്ടെത്തും. എല്ലാം ഞാൻ ജാഗ്രതയോടുകൂടിയാണ് അനുകരണം ഉൾപ്പെടെ നിർത്തിയത്. ജാഗ്രത ഇല്ലാണ്ട് വിളിച്ചൊന്നുമല്ല, നല്ല ജാഗ്രത തന്നെയാണ്. പക്ഷെ ഇമാതിരി ജാഗ്രത പാടിയില്ല. ഇമാതിരി സീസായി പോയി. അത്രയേ ഉള്ളൂ കാര്യം.